Hi students, welcome to It's Our Gurukulam YouTube channel. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് എങ്ങനെ എഴുതണം എന്നുള്ള ഗൈഡൻസ് ആണ് ഈ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അസൈൻമെന്റ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് LSCന്റെ ഗ്രൂപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ STOന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്യുമ്പോൾ അതിന്ന് അസൈൻമെന്റ് സെക്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്കൊന്ന് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ പ്രോഗ്രാമിനും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനും 2 അസൈൻമെന്റ് വെച്ചിട്ടാണ് നമുക്ക് എഴുതാനുണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവും അനാലിറ്റിക്കും അത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ നോക്കാം. നമ്മള് പ്രോഗ്രാമിന്റെ നെയിമാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. MA സോഷ്യോളജി. ഓക്കെ, ഇൻടേക്ക് 6 ആണ്. 2025 ഇയർ ഓഫ് അഡ്മിഷൻ. ഇപ്പൊ 2025 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഇൻടേക്ക് 6 ആണ് കേട്ടോ. പിന്നെ കോഴ്സ് ടൈറ്റിലും കോഴ്സ് കോഡും കൊടുത്തിട്ടുണ്ട്. അസൈൻമെന്റ് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ വെക്കേണ്ട പേജ് ആണ് ഫേസിംഗ് ഷീറ്റ്. ഈ ഫേസിംഗ് ഷീറ്റ് നമുക്ക് LSC എന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. LSC എന്ന് പറയുന്നത് ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആണ്. ഏത് കോളേജിന്റെ അണ്ടറിലാണോ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു കോളേജിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഡിസ്ക്രിപ്റ്റീവിൽ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യനും സൊല്യൂഷൻ എഴുതി വെക്കരുത് കേട്ടോ. ഏതെങ്കിലും കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സൊല്യൂഷൻ എഴുതാം. അതേപോലെ തന്നെ അനാലിറ്റിക്കൽ അസൈൻമെന്റിൽ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5ഉം സൊല്യൂഷൻ എഴുതരുത്. ഒറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സൊല്യൂഷൻ എഴുതേണ്ടത് കേട്ടോ, അസൈൻമെന്റ് തയ്യാറാക്കേണ്ടത്. കോഴ്സ് ടൈറ്റിൽ ചോദിച്ചിട്ടുണ്ട്. കോഴ്സ് ടൈറ്റിൽ നമ്മൾ ഏത് സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ആണോ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റിന്റെ നെയിം ആണ് കോഴ്സ് ടൈറ്റിലിന്റെ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ കോഴ്സ് കോഡ്, ആ ഒരു സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് ഉണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് യൂണിവേഴ്സിറ്റി പോസ്റ്റൽ ത്രൂ ഇപ്പൊ ബുക്ക് വീട്ടിലേക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു കോഴ്സ് കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി തന്നെ ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യും അസൈൻമെന്റിന്റെ. ആ ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ തന്നെ കോഴ്സ് ടൈറ്റിലും കോഴ്സ് കോഡും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് നെയിം ഓഫ് ദ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ആണ്. ഏത് കോളേജിന്റെ അണ്ടറിലാണോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ഒരു കോളേജിന്റെ നെയിം ആണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ മറക്കാണ്ട് നമ്മൾ ഒരു അസൈൻമെന്റിൽ സൈൻ ചെയ്യണം. സൈൻ മാത്രമല്ല, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഡേറ്റോ എഴുതേണ്ടതാണ് കേട്ടോ. അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് എങ്ങനെയാ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് സെക്കൻഡ് പേജ് നോക്കാം. സെക്കൻഡ് പേജ് നമുക്ക് അസൈൻമെന്റ് ഷീറ്റ് ആണ്. ഈ അസൈൻമെന്റ് ഷീറ്റിൽ ഇപ്പൊ ജസ്റ്റ് ഞാൻ ഏതാണ് ചെയ്തത്, ഇത് യൂണിവേഴ്സിറ്റി ഈ ഒരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിപ്പോ ഞാൻ എഴുതിയത് ഇപ്പൊ അസൈൻമെന്റ് ഹെഡിങ് കൊടുത്ത്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്, അനാലിറ്റിക്കൽ ആണെങ്കിൽ അനാലിറ്റിക്കൽ എഴുതുക. അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യനിൽ ഹിന്ദു ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും എഴുതുക. അങ്ങനെ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എഴുതരുത്. ഹിന്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു അസൈൻമെന്റ് ഷീറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ കോഴ്സ് ടൈറ്റിലും കോഴ്സ് കോഡും മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള അസൈൻമെന്റ് ഷീറ്റില് നെയിം, എൻറോൾമെന്റ് നമ്പർ, ക്ലാസ് റോൾ നമ്പർ, ക്ലാസ് ആൻഡ് കോഴ്സ്, പേപ്പർ, കോഴ്സ് കോഡ്, മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്ത് വെക്കേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത പേജ് നമുക്ക് നോക്കാം. അടുത്ത പേജ് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. ഈ ഒരു ഇൻഡെക്സിൽ മാത്രമല്ല, ഈ ഒരു അസൈൻമെന്റ് നമ്മൾ ഏതൊരു അസൈൻമെന്റ് എഴുതുമ്പോഴും അതിന്റെ ബാക്ക് ബോൺസ് എന്ന് പറയുമല്ലോ, അതാണ് ഈ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. അത് നിർബന്ധമായിട്ടും എല്ലാ അസൈൻമെന്റിലും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് ആയിക്കോട്ടെ അനാലിറ്റിക്കൽ അസൈൻമെന്റ് ആയിക്കോട്ടെ നിർബന്ധമായിട്ടും ഈ ഒരു 3 കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല. നിർബന്ധമാണ് അത് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 1 ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ പേജ് നമ്പർ 1 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് ടോപ്പിക്, ഏത് ടോപ്പിക്കാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത് ആ ഒരു ടോപ്പിക്ക് കുറച്ച് അതിന്റെ ഹെഡ്ലൈൻസ് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് നമ്മൾ കൺക്ലൂഷൻ എത്രാമത്തെ പേജിലാണോ മെൻഷൻ ചെയ്യേണ്ടത് അത് കൊടുത്താൽ മതി. ഏത് പേജിലാണോ വരുന്നത് അതൊന്ന് എഴുതുക. പിന്നെ ബിബ്ലിയോഗ്രഫി ഏത് പേജിലാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഈ മാർജിൻസ് ഉണ്ടല്ലോ, മാർജിൻസ് പെൻസിൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യുക, പക്ഷേ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പെൻസിൽ കൊണ്ട് 4 സൈഡും മാർജിൻ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പേജാണ് ഇൻഡെക്സ് കഴിഞ്ഞിട്ട് അടുത്ത പേജാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ 1.5 പേജ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ ഇഷ്ടമാണ് നമ്മൾ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് അനുസരിച്ച് ഇങ്ങനെ എഴുതി പോയതാണ്. ഇതിലിപ്പോൾ കളേഴ്സ് അങ്ങനെ മെയിനായിട്ട് ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബ്ലാക്കും ബ്ലൂവും മാത്രമാണ് യൂസ് ചെയ്തത്. ഹെഡിങ് ഒക്കെ ബ്ലാക്ക് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ടൈറ്റിൽസും പിന്നെ അത് മാത്രമല്ല സബ് ഹെഡിങ്ങും ബ്ലാക്ക് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ബ്ലൂ കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. അസൈൻമെൻറ്റിൽ ലാസ്റ്റിലേക്കാണ് നമ്മൾ കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയും എഴുതേണ്ടത്. കൺക്ലൂഷൻ നമ്മൾ ഒരു പേജിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്, അതേപോലെ ബിബ്ലിയോഗ്രഫിയും ഒരു പേജിലേക്കായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബിബ്ലിയോഗ്രഫിയിൽ ഞാൻ കുറച്ച് ബുക്സിൻ്റെ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ബുക്സിൻ്റെ നെയിം മാത്രമല്ല, നമുക്ക് ഓൺലൈൻ സൈറ്റുകളെ നെയിമും കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൽ ജസ്റ്റ് ഓൺലൈൻ സൈറ്റുകളെ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം അതിലിങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ ഓൺലൈൻ സൈറ്റുകളും മെൻഷൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഫോം 1 എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വെക്കേണ്ടത്. ഇനി അടുത്തത് അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് ഫോം 2 ആണ് കേട്ടോ, ഫോം 2 ആണ്. ഇനി അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. ഈ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റും അനാലിറ്റിക്കൽ അസൈൻമെൻറ്റും ഏറെക്കുറെ സെയിം തന്നെയാണ്. ഇതിലൊരു അനാലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫുട് നോട്ട് വരുന്നുള്ളൂ. ഫുട് നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എഴുതിയ പോലെ തന്നെയാണ് അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് ആയതുകൊണ്ട് 2ാമത്തെ പേജിൽ നമ്മൾ അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് എന്ന് എഴുതും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് ഷീറ്റാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതെങ്കിൽ അനാലിറ്റിക്കൽ അസൈൻമെൻ്റ് ആയിരിക്കും സെക്കൻഡ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്യണം കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യണം, പിന്നെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ അതൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ ഈ ക്ലാസ് റോൾ നമ്പർ ആർക്കും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് പോലെ തന്നെയാണ് അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ്. ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫുട് നോട്ടാണ്. ഫുട് നോട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിന് മുന്നേ ഈ ഫുട് നോട്ട് പറയുന്നത് ഏറ്റവും താഴത്താണ് എഴുതേണ്ടത്. ഫൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ കാല്, അതുപോലെ ഏറ്റവും താഴ്ഭാഗത്താണ് നമ്മൾ ഫുട് നോട്ട് എഴുതേണ്ടത്. ഫുട് നോട്ട് എന്ന് പറയുന്നത് വേർഡ് മീനിങ് അല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കണം. ഫുട് നോട്ട് വേർഡ് മീനിങ് അല്ല. അത് ഈ നോവലൊക്കെ നമ്മൾ ബുക്സൊക്കെ വാങ്ങുമ്പോൾ അതിൽ നോവലിൻ്റെ താഴത്ത് ഒരു അടിക്കുറിപ്പ് പോലെ, ഒരു ചെറിയൊരു അടിക്കുറിപ്പ് പോലെ കൊടുക്കുന്നില്ലേ, ഒരു റെഫറൻസ് ആണത്. അത് വേർഡ് മീനിങ് അല്ല. ഒരു വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയാം. നമ്മളൊരു വേർഡ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ അർത്ഥമല്ല, വേർഡ് മീനിങ് അല്ല ഫുട് നോട്ട്. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ് കേട്ടോ. ഇതിലൊരു ഫുട് നോട്ട്സ് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞല്ലോ. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൽ അനാലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ വ്യത്യാസം എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ അസൈൻമെൻറ്റിൽ ഫുട് നോട്ട്സ് വരുന്നുള്ളതാണ്. അല്ലാണ്ട് ബാക്കിയൊക്കെ സെയിം ആണ്. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ അനാലിറ്റിക്കൽ അസൈൻമെൻറ്റ് ചെയ്ത്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഫുട് നോട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ചേർക്കാനുണ്ടോ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ, പിന്നെ ബിബ്ലിയോഗ്രഫി, ബാക്കിയൊക്കെ സെയിം ആണ്. അസൈൻമെന്റ് ടൈ ചെയ്യാനായിട്ട് റെഡ് ടാഗ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ റെഡ് ടാഗ് ഇപ്പോൾ ഓൺലൈൻ സബ്മിഷൻ ആയതുകൊണ്ട് റെഡ് ടാഗിന്റെ ആവശ്യമില്ല. ഇത് ഓരോ പേജസ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് PDF ആക്കിയിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണല്ലോ. സോ അപ്പോൾ റെഡ് ടാഗിന്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഓൺലൈനിൽ അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. ഫേസിംഗ് ഷീറ്റിൽ 2025 മുതൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് അനുസരിച്ചാണ് ഫേസിംഗ് ഷീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് നമുക്ക് നോക്കാം. ഓരോ സബ്ജക്റ്റിനും കോഴ്സ് കോഡ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് അനുസരിച്ച് മാർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ആ മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റ് ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൽ വെക്കേണ്ടത്. ഇപ്പോൾ 6 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് 15 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് ഫ്രണ്ടിൽ വെക്കേണ്ടത്. 4 ക്രെഡിറ്റ് ആണെങ്കിൽ 10 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ്. 2 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 5 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഫേസിംഗ് ഷീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് 15 മാർക്കാണ്. ഇപ്പോൾ 15 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് 6 ക്രെഡിറ്റ് സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഫോം 1ഉം ഫോം 2 ആ സബ്ജക്റ്റിന് 15 മാർക്കിൻ്റെ തന്നെ വെക്കണം കേട്ടോ. 6 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 15 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് ഫ്രണ്ടിൽ വെക്കേണ്ടത്.
4 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ 10 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് ഫ്രണ്ടിൽ വെക്കേണ്ടത്. അപ്പോൾ ഫോം 1 അതായത് ഡിസ്ക്രിപ്റ്റീവിലും ഫോം 2 അനാലിറ്റിക്കൽ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിലും നമ്മൾ 10 മാർക്ക് 4 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 10 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് വെക്കേണ്ടത്. പിന്നെ 2 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 5 മാർക്കിൻ്റെ ഫേസിംഗ് ഷീറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണ് നോക്കുക. അപ്പോൾ ഈ ക്രെഡിറ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഫേസിംഗ് അപ്പോൾ ക്രെഡിറ്റ് അനുസരിച്ച് ഫേസിംഗ് ഷീറ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. SGOUൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള വെബ്സൈറ്റും ഉണ്ട്, അല്ലാണ്ട് നമുക്കൊരു വെബ്സൈറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ആദ്യത്തെ വെബ്സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. SGOU.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. ഇതിൽ കയറുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ടാവില്ല. ആ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിലിപ്പം BA സോഷ്യോളജി നോക്കാം. നമുക്ക് BA സോഷ്യോളജി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സ്പീഡാക്കണേ. അയ്യോ സോറി, അപ്ലൈ അല്ല, ഒന്ന് ഇതാക്കണേ. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് BA സോഷ്യോളജി ജസ്റ്റ് ഒന്ന് നോക്കാം. BA സോഷ്യോളജി അതിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതില് സബ്ജക്റ്റിന്റെ നെയിം മാത്രമല്ല, അതിൽ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ക്രെഡിറ്റും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഫസ്റ്റ് സെമസ്റ്റർ കണ്ടോ, ഇതില് മുകളിലായിട്ട് ആ സബ്ജക്റ്റിന്റെ നെയിമും ക്രെഡിറ്റും പിന്നെ അത് കൂടാണ്ട് കോഴ്സ് കോഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു PDF ഓരോ പ്രോഗ്രാം ഏത് പ്രോഗ്രാമാണോ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാമിന്റെ PDF നമ്മൾ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ തേർഡ് സെം കണ്ടില്ലേ, ഓരോ സബ്ജക്റ്റ് ഉണ്ട്, കോഴ്സ് കോഡ് ഉണ്ട്. അത് മാത്രമല്ല ആ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട്.